തൃശ്ശൂർ കോട്ടപ്പുറം ബ്രിഡ്ജിൻ്റെ അടുത്ത് മൂൺ റോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് വന്നു എന്ന് പറഞ്ഞു കേട്ടു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി പോയതാണ് എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ. ഇവിടെ വന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ ആംബിയൻസ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ബാംഗ്ലൂർ ഡേയ്സ് സിനിമയൊക്കെ കാണില്ലേ, അപ്പോൾ അതിലത്തെ ഒരു നൈറ്റ് ലൈഫ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. എന്തായാലും എനിക്കിഷ്ടമാണ് അങ്ങനത്തെ ഒരു നൈറ്റ് ലൈഫിൻ്റെ ഒരു സ്റ്റൈലോട് കൂടിയിട്ടാണ് അവർ ഔട്ട് സൈഡൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത്. ഇൻസൈഡിൽ നോർമൽ ഒരു ഹോട്ടലിൻ്റെതായിട്ടുള്ള എല്ലാ സെറ്റിങ്സും AC റൂമും കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ കാലത്തുള്ള ജോലിയൊക്കെ കഴിഞ്ഞ് ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ പണികളൊക്കെ വീട്ടിലത്തെ ലേഡീസല്ല, വീട്ടിലെ പണി കഴിഞ്ഞൊരു 10 മണിയാവും. അത് കഴിഞ്ഞൊന്ന് ഇറങ്ങി ഒന്ന് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു നല്ലൊരു പ്ലേസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബർത്ത്ഡേ ഒക്കെ ഉണ്ടെങ്കിൽ ആഘോഷിക്കാനായിട്ട് ഇവർ മൈക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ നമുക്ക് കേക്ക് മുറിക്കുക, പാട്ട് അറിയുന്നവർക്കൊക്കെ നല്ല പാട്ട് പാടാട്ടോ. എനിക്ക് പാട്ടൊന്നും അറിയില്ല. നല്ല സർവീസാണ് കേട്ടോ ഇവിടുത്തെ പിള്ളേരെ. എന്നോട് ചോദിച്ചത് വൈറലാക്കുമെന്ന്. ഞാൻ പറഞ്ഞു അത്ര വലിയ ഇൻഫ്ലുവൻസർ ഒന്നല്ല ഞാൻ, എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇടും അത്രേ ഉള്ളൂ. പക്ഷേ ഇവിടുത്തെ ചിക്കു ഷേക്കാണിത്. 60 രൂപ, അടിപൊളി ചിക്കു ഷേക്കായിരുന്നു. ചേച്ചിയും പറഞ്ഞു അത് പറഞ്ഞാൽ കഴിച്ചോടി വയറെന്ന് പറഞ്ഞു. മീൻകറിയും കപ്പയും ഒക്കെ നമുക്ക് റീസണബിൾ റേറ്റ്. ഞാൻ എപ്പോൾ പോകുമ്പോൾ ആംബിയൻസിൻ്റെ കൂടെ റേറ്റ് നോക്കും, കാരണം മാസത്തിലത്തെ ബഡ്ജറ്റ് നമ്മൾ നോക്കുന്നതാണല്ലോ. പിന്നെ അത് മാത്രമല്ല ഇവിടുത്തെ സർവീസ് ചെയ്യുന്ന പിള്ളേരൊക്കെ നല്ല ചില്ലായിട്ടുള്ള പിള്ളേരാണ്. ഞങ്ങൾ അവിടെ വന്നപ്പോൾ ഞാൻ ഇഗ്വാനേനെ കൊണ്ടിട്ട് കുറച്ച് പിള്ളേർ വന്നേക്കണ്. അപ്പോൾ ഞാനും മേടിച്ചു, സുധിയേട്ടനും മേടിച്ചു. കുറച്ച് നേരം കയ്യിലൊക്കെ നിന്ന് നോക്കി. നല്ല രസമായിരിക്കണം. കുറച്ച് നേരം കയ്യിൽ വെച്ചു. പിന്നെ നമ്മുടെ ട്രെയിൻ പോകണമെന്ന് നമുക്ക് ലൈവായിട്ട് നിന്ന് കാണാമല്ലോ. ട്രെയിനൊക്കെ